പദ്ധതികളുടെ കരാർ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് 25 കോടിയുടെ തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം അറസ്റ്റിലായി. മുസ്ലിം ലീഗ് നേതാവ് TP ഹാരിസ് ആണ് അറസ്റ്റിലായത്. സംഭവത്തിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് DYFI പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ബിപിൻ സി വിജയൻ വിവരങ്ങളുമായി. ബിപിൻ, എന്താണ് ഈ തട്ടിപ്പ്? ഇപ്പോൾ DYFIയുടെ പ്രതിഷേധ മാർച്ചിന്റെ വിവരങ്ങൾ എന്താണ്? അനുജ, ഈ ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ പദ്ധതികളിൽ അതിൽ ലാഭവിഹിതം വാഗ്ദാനം ചെയ്തുകൊണ്ട് കോടികൾ പണം പിരിച്ചു എന്നുള്ളതാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം. മക്കരപ്പറമ്പ് സ്വദേശി 3.5 കോടി രൂപ ഇത്തരത്തിൽ തട്ടിയെടുത്തു. അതായത് പദ്ധതികളുടെ ലാഭം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് 3.5 കോടിയോളം രൂപ തട്ടിയെടുത്തു എന്നുള്ള പരാതിയിലാണ് മലപ്പുറം പോലീസ് കേസെടുത്തത്. അതേ തുടർന്ന് ലുക്കൌട്ട് നോട്ടീസും ഇറക്കിയിരുന്നു. ഇന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നതിന് വേണ്ടി ഗൾഫിൽ നിന്ന് മുംബൈയിൽ വന്നിറങ്ങിയ ഈ TP ഹാരിസിനെ എമിഗ്രേഷൻ വിഭാഗം ഉദ്യോഗസ്ഥർ തടഞ്ഞു വയ്ക്കുകയും മലപ്പുറം പോലീസിനെ വിവരമറിയിക്കുകയുമായിരുന്നു. ഇപ്പോൾ TP ഹാരിസ് രാജിവെക്കണം, ഒപ്പം തന്നെ ഇതിൽ കൂടുതൽ മുസ്ലിം ലീഗിന്റെ നേതാക്കൾക്ക് പങ്കുണ്ട് എന്നുള്ള ആരോപണവുമായാണ് DYFI ജില്ലാ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഈ മാർച്ച് കലക്ടറേറ്റിന് മുൻപിൽ വെച്ച പോലീസ് തടഞ്ഞു. ഇപ്പോൾ അതിൽ ജലപീരങ്കി പ്രയോഗിച്ചു. തുടർച്ചയായിട്ടുള്ള ജലപീരങ്കിയാണ് പ്രയോഗിച്ചത്. അതിൽ നിരവധി പേർക്ക് സ്വാഭാവികമായിട്ടുള്ള പരിക്ക് ഏറ്റിട്ടുണ്ട്. ഇപ്പോൾ പ്രവർത്തകരെ നേതാക്കൾ ശാന്തരാക്കി അതിൻ്റെ ഒരു പ്രസംഗത്തിന്റെ മറ്റു നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ കേസിൽ വരുന്ന ദിവസങ്ങളിലും വലിയ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലവിലിരിക്കുന്നത്. ഇപ്പോൾ മലപ്പുറം പോലീസ് മുംബൈയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇന്നോ നാളെയോ ആയി തന്നെ TP ഹാരിസിനെ മുംബൈയിൽ നിന്ന് മലപ്പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് TP ഹാരിസിനെ ആദ്യം തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ പരാതി പോലീസിലേക്ക് എത്തിയത്. ഒപ്പം തന്നെ DYFIയും പരാതി ഈ TP ഹാരിസിനെതിരെ നൽകിയിരുന്നു. അനുജ, ഇതിലിപ്പോൾ ഈ പ്രതിഷേധക്കാരുടെ ആവശ്യം എന്താണ്? അനുജ, TP ഹാരിസ് രാജിവെക്കണം. ഇപ്പോൾ മക്കരപ്പറമ്പ് ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. മുസ്ലിം ലീഗിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാത്രമാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.